10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു മാഗി ഉണ്ടാക്കിയാലോ. അതും കിടിലൻ ടേസ്റ്റിൽ. റെസിപ്പി നോക്കാം. ഞാനിവിടെ ചിക്കൻ സോസേജാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ എഗ്ഗോ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ മാഗിയുടെ മസാല തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടാകുമ്പം നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഫസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ ഉള്ളിയും ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു ബ്രൊക്കോളിയും ഒരു ടൊമാറ്റോയും കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇതും നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്യാം. ഞാൻ മുളക് പൊടി കുറച്ചേ എടുത്തുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആ മാഗി മസാല കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് നൂഡിൽസ് വേവിക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നൂഡിൽസ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് സോസേജ് ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമുള്ളതുപോലെ തോന്നും, പക്ഷേ ഇത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അങ്ങനെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ എന്നാലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും വേവിച്ച് കഴിക്കുന്നവർ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റിലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ, ബൈ.